സത്യം ജയിച്ചു, ദൈവമുണ്ടെന്ന് തെളിഞ്ഞു, ഈശ്വരന് നന്ദി എന്നൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. സത്യം ജയിച്ചു എന്ന് പുള്ളി പറയുമ്പോൾ ഇവിടെ സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർനിർവചിക്കേണ്ടതായിരിക്കും. നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചതല്ല സത്യം. ഇന്ന് രാവിലെ 11 മണി മുതൽ സത്യത്തിൻ്റെ അർത്ഥം മാറി, സത്യത്തിൻ്റെ നിർവചനം മാറി. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പണ്ട് തന്നെ തർക്കമുണ്ടായിരുന്നു. ദൈവമില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പോൾ ലോകത്ത് കൂടുതലുള്ളത്. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്നത്തെ വിധിയിൽ ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു സിനിമാ നടി തട്ടിക്കൊണ്ടു പോകുന്നു, വളരെ പൈശാചികമായ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുന്നു, അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. PT തോമസ് എന്നൊരു ജനപ്രതിനിധി സമയത്ത് ഇടപെട്ടതുകൊണ്ട് അതൊരു പരാതിയിൽ രൂപത്തിൽ പോലീസിന് മുന്നിൽ വരുന്നു. പോലീസ് പ്രതികളായ കുറേ പേരെ അറസ്റ്റ് ചെയ്യുന്നു. കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് 1 മുതൽ 6 വരെ പ്രതികളാണ്. അവരെല്ലാവരെയും ശിക്ഷിക്കാൻ കോടതി തീരുമാനിച്ചു. അപ്പോൾ അവിടെ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ഇല്ലാത്ത കുറ്റകൃത്യത്തെക്കുറിച്ചല്ല പോലീസ് കേസുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യം നടന്നു, അതിൽ 1 മുതൽ 6 വരെ പ്രതികൾക്ക് പങ്കുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടു. 6 പേരെയും ശിക്ഷിച്ചു. 8ാം പ്രതിയാണ് നമ്മുടെ പ്രിയങ്കരനായ ജനപ്രിയ നായകൻ ദിലീപ്. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പര്യാപ്തമായ അത്ര തെളിവുകളില്ലത്രേ. നീതിന്യായ കോടതിയിലെ കാര്യങ്ങളൊക്കെ കുറച്ച് വിചിത്രമാണ്. നമ്മൾ ടെലിവിഷൻ ചാനലിലിരുന്ന് പറയുന്നത് പോലെയോ ചായക്കടയിലിരുന്ന് തർക്കിക്കുന്ന പോലെയോ അല്ല. അവിടെ തെളിവുകൾ വേണം, കൃത്യമായ തെളിവുകൾ വേണം, സാക്ഷിമൊഴികൾ വേണം, രേഖകൾ വേണം, മറ്റു തരത്തിലുള്ള തെളിവുകൾ വേണം. ഈ ആളാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിച്ചാൽ പോരാ, ആ ആൾ തന്നെയാണ് കുറ്റം ചെയ്തത്, അയാളല്ലാതെ വേറെ ആരും ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നും തെളിയണം. ഗൂഢാലോചന പോലെയുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ തെളിയിക്കുക വളരെ ദുഷ്കരമാണ്, മിക്കവാറും അസാധ്യവുമാണ്. ഗൂഢാലോചന പോലുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കുക വളരെ ദുഷ്കരമാണ്, മിക്കവാറും അസാധ്യവുമാണ്. അപൂർവത്തിൽ അത്യപൂർവമായിട്ട് ഗൂഢാലോചനകളൊക്കെ തെളിഞ്ഞു കിട്ടാറുള്ളൂ. ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകും, പക്ഷേ അത് തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയായ ഭരണാധികാരി ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു? 4. 2 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ, സത്യാൻ സിംഗ്, ബ്യാൻ സിംഗിനെ അപ്പോൾ തന്നെ വെടിവെച്ചു. സത്യാൻ സിംഗിനെ വെടിവെച്ച് മാരകമായി മുറിവേൽപ്പിച്ചു. അദ്ദേഹത്തെ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുപോയി. ചികിത്സയ്ക്ക് ശേഷം വിചാരണ ചെയ്തു കുറ്റക്കാരൻ എന്ന് കണ്ടു തൂക്കിക്കൊന്നു. 3ാമത്തെ പ്രതി KR സിംഗ്, 4ാമത്തെ പ്രതി ബൽബീർ സിംഗ്. ഈ 2 സിഖുമാരും നേരത്തെ പറഞ്ഞ 2 പേരുമായിട്ട് ആലോചിച്ചാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ KR സിംഗിൻ്റെ പേരിലുള്ള കുറ്റം തെളിഞ്ഞു, തൂക്കിലേറ്റി. 4ാമത്തെ പ്രതിയായ ബൽബീർ സിംഗ് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കുറ്റക്കാരനായി. പക്ഷേ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സംശയാതീതമായി തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവാം. അങ്ങനെ ഒരു രാജ്യത്തെ ശക്തനായ ഭരണാധികാരിയെ കൊന്ന കേസിൽ 4 സർദാർജിമാർ കൂടിയിരുന്ന് ആലോചിച്ച് കൊന്നു. വലിയ ഗൂഢാലോചന, ആസൂത്രണം, മുന്നൊരുക്കം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനു പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. ഇതാണ് വസ്തുത. ഇതാണ് ഇങ്ങനെയുള്ള കേസുകളിൽ ഇന്ന് സ്വാഭാവികമായി സംഭവിക്കുന്നത്. ദിലീപിനെ വിട്ടതിൽ യാതൊരു അത്ഭുതവുമില്ല. നേരെ പറഞ്ഞാൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നുമായിരുന്നു. അപ്പോൾ അത്ഭുതകരമായൊന്നും സംഭവിച്ചിട്ടില്ല. 1 മുതൽ 6 വരെ പ്രതികൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ. ശക്തമായ മൊഴികളും തെളിവുകളും കോടതിയിൽ ലഭിച്ചു, അവരെ ശിക്ഷിച്ചു. മറിച്ച് ദിലീപ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ. ഇങ്ങനെയൊരു കുറ്റകൃത്യം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ആരാണ്? പൾസർ സുനി ത്യാഗമനുഷ്ഠിച്ചത് തൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, ദിലീപിന് വേണ്ടിയും പണം കിട്ടുമെന്ന പ്രതീക്ഷയിലുമാണ്. പക്ഷേ അത് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. മനസ്സിലാക്കാതെ ചിലർ വിലപിക്കുന്നു. ഈ രാജ്യത്ത് നീതിയുടെ സൂര്യൻ അസ്തമിച്ചു, അന്ധകാരമാണ്, അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല. അവൾക്കൊപ്പം പോസ്റ്റിട്ടാൽ തെറ്റൊന്നുമില്ല, പക്ഷേ അതിനും അപ്പുറം ഒന്നും സംഭവിക്കില്ല. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ പരിമിതികളും പരാജയവുമാണ്. ഇനി സന്തോഷിക്കുന്ന കുറേ ആളുകളുണ്ട്. ദിലീപ് ഉച്ചസൂര്യനെ പോലെ കത്തി ഉയർന്നു, 9 വർഷത്തെ വനവാസത്തിന് ശേഷം പട്ടാഭിഷേകം നടത്തുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നവർ ഇവരെക്കുറിച്ച് എന്ത് പറയണം? ഇരപ്പാളികൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഏമ്പോക്കികൾ എന്ന് പറഞ്ഞാലും പോരാ, അതിലും കടുത്ത വാക്കുകൾ വേണം.